ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഈ യൂട്യൂബിൽ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസിൻ്റെ അടിയിലൊക്കെ പോയി കമൻസ് നോക്കുമ്പോൾ കാണാൻ പറ്റും. എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യുമോ, ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കൂട്ടാക്കാമോ, തിരിച്ചും കൂട്ടാക്കിയേക്കാം എന്നുള്ള കമൻസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഒത്തിരി പേര് ഇങ്ങനെ പറയും, ഓക്കെ ഓക്കെ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട്, തിരിച്ചും കൂട്ടാക്കണേ, അല്ലെങ്കിൽ 24 hours കഴിഞ്ഞിട്ട് കൂട്ടാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻസ് കിടക്കുന്ന കാണാം. അതിൻ്റെ ഇടയിൽ ഒത്തിരി പേര് സപ്പോർട്ടാക്കിയിട്ടുണ്ട്. അതായത് പുതിയ യൂട്യൂബേഴ്സ്, അതായത് ഞാനും ഒരു പുതിയ എനിക്ക് യൂട്യൂബിലൂടെ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് വിചാരിക്കുന്ന ഞാനും അങ്ങനെ തുടങ്ങിയതാണ് എൻ്റെ ചാനൽ. പക്ഷേ ഞാനും ഇങ്ങനെ കാണാറുണ്ട്, ഇങ്ങനെ ഈ ഒരു കമൻറ്റും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അടിയിൽ ചിലർ എഴുതിയിരിക്കുന്ന ഒരു കമൻറ്റാണ് ഞാൻ ഇന്ന് ഇങ്ങനെ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടതാണ്. ഒരാൾ എഴുതിയിരിക്കുകയാണ്, ഞാൻ അതൊന്ന് വായിക്കാമേ. എനിക്ക് സങ്കടമുണ്ട്, 7 ദിവസം കൊണ്ട് വന്ന 10 സബ് പോയി. പോകുന്നവരാരും വന്ന് സബ് ചെയ്യല്ലേ പ്ലീസ്. നമ്മളെ സബ് ചെയ്ത് തിരികെ ചെയ്യിപ്പിച്ചിട്ട് പോയതാണോ അതോ യൂട്യൂബ് ചെയ്തതാണോ എന്നറിയില്ല. ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ വീഡിയോയുടെ അടിയിൽ പോയിട്ട് ഇപ്പം ഞാൻ കമൻറ്റ് ചെയ്യുവാണ്, എന്നെയും കൂടെ സപ്പോർട്ട് ആക്കണേ. ഇപ്പം നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സ് വന്നിട്ട് ഓക്കെ അവർ നേരെ അവരുടെ ആ ഒരു കമൻറ്റിൻ്റെ പ്രൊഫൈലിൽ നിൽക്കും. അതായത് ആ ഒരു മെയിലിൽ പ്രസ് ചെയ്തിട്ട് നേരെ നമ്മുടെ ചാനലിൽ കയറും. അപ്പോൾ സബ്സ്ക്രൈബ് എന്ന് കാണും, നേരെ സബ് ചെയ്തിട്ട് അവർ പോകും. അങ്ങനെ ഇപ്പോൾ കുറേ ഫ്രണ്ട്സ് വന്നിട്ട് സബ് ചെയ്തിട്ട്, അതായത് ഈ ഒരു കമൻറ്റ്, ഇപ്പം ഞാനൊരു കമൻറ്റ് ഇടുവാണ്, എന്നെ ഒന്ന് കൂട്ടാക്കണേ എന്ന് കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ പ്രൊഫൈൽ പിള്ളേർ നിങ്ങൾ ഇത് എൻ്റെ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണല്ലോ. യൂട്യൂബേഴ്സ് ആണല്ലോ, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവരുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങളൊന്ന് അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കാണണം. ഫസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അവരുടെ ഒരു വീഡിയോ, നിങ്ങൾ ശരിക്കും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു വീഡിയോയോ ഷോർട്സോ ഒരു വീഡിയോ, ഒരു 10 മിനിറ്റുള്ള വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു വീഡിയോയോ ഷോർട്സോ ഒരു വീഡിയോ, ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ആ 10 മിനിറ്റ് ഒന്ന് എന്തായാലും നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുവാണല്ലോ. പക്ഷേ പിറ്റേ ദിവസം നേരെ ബാക്ക് ടു നമ്മുടെ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബ്. അതിലും അപ്പം നമ്മൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ അവരുടെ ഒരു വീഡിയോ ഒന്ന് കാണുക. കണ്ടിട്ട് അവരുടെ വീഡിയോ അത് ഫുൾ വാച്ച് ചെയ്തിട്ട് ആ വീഡിയോയുടെ അടിയിലുണ്ട്, ഓരോ വീഡിയോകളുടെയും അടിയിൽ കാണുമല്ലോ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവുമല്ലോ. ആ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടിട്ട് നിങ്ങൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറയത്തില്ല. ഞാൻ പ്രൊഫൈലിൽ കയറിയിട്ട് അവരുടെ ചാനലിൽ കയറിയിട്ട് അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് കാണുക. നേരിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ അവരുടെ ചാനലിൽ കയറുമ്പോൾ സബ്സ്ക്രൈബും കാണും, വ്യൂ ചാനലൊന്നും കാണുമല്ലോ. അതിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ, അതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളതായിരിക്കാം, ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗും ഇല്ലാത്തതായിരിക്കാം വീഡിയോ. അങ്ങനെ നമ്മളൊക്കെ ന്യൂ യൂട്യൂബേഴ്സ് ആണല്ലോ, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവരുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങളൊന്ന് അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കാണണം. ഫസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അവരുടെ ഒരു വീഡിയോ, നിങ്ങൾ ശരിക്കും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു വീഡിയോയോ ഷോർട്സോ ഒരു വീഡിയോ, ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ 10 മിനിറ്റ് ഒന്ന് എന്തായാലും നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുവാണല്ലോ. പക്ഷേ പിറ്റേ ദിവസം നേരെ ബാക്ക് ടു നമ്മുടെ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബ്. അതിലും അപ്പം നമ്മൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ അവരുടെ ഒരു വീഡിയോ ഒന്ന് കാണുക സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സിൽ ഇപ്പോൾ 10 നിങ്ങളുടെ ഉണ്ടായിരുന്നെങ്കിൽ 40 പേരൂടെ കണ്ടാലും ഓക്കെ, ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് 50 കാണിക്കും. പക്ഷെങ്കിൽ ഒരു കാര്യം, നിങ്ങൾക്ക് ആരൊക്കെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾ സ്റ്റുഡിയോ എടുക്കുക, യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് അതിൽ പോയിട്ട് നിങ്ങളുടെ അനലറ്റിക്സ് പോകണ്ട, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കണ്ടന്റ് എന്നുള്ള ആ ഒരു ഇതെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വീഡിയോസ് ഉണ്ടാവുമല്ലോ, അവിടെ വീഡിയോസും ഷോർട്സും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളുടെ ഷോർട്സ് ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ആ ഒരു ഷോർട്സിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അതിൽ പോയിട്ട്
നിങ്ങൾ അനലിറ്റിക്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ, വിസിബിലിറ്റി നോട്ടീസസ് അനലിറ്റിക്സ് എന്നുണ്ടാവുമല്ലോ. ആ അനലിറ്റിക്സിൽ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓവർവ്യൂ എന്ന് പറയുന്ന ആ ഒരു പേജിലോട്ട് എത്തുമല്ലോ. ആ ഓവർവ്യൂവിൽ നമ്മൾ ആദ്യം വ്യൂസ് എന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തൊട്ടപ്പുറത്തോട്ടൊന്ന് ഒന്ന് നീക്കി കഴിഞ്ഞാൽ കാണും സബ്സ്ക്രൈബേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ അവിടെ നമ്മളിപ്പോൾ ഒരു വീഡിയോ, ഇപ്പം നിങ്ങളുടെ ആ ഒരു ഷോർട്സ്, ഇപ്പം ഈ പറയണ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ആ ഒരു ഷോർട്സ് കണ്ടിട്ടാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ്, ഞാൻ പറഞ്ഞ പോലെ വീഡിയോ കണ്ടിട്ട് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആ വീഡിയോയ്ക്ക് ആരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അനലിറ്റിക്സിൽ പോയിട്ട് കണ്ടന്റ് എടുക്കുക, അതിൽ ഷോർട്സ് എടുത്തിട്ട് പിന്നെ നമ്മൾ ഓവർവ്യൂ എന്ന് പറഞ്ഞ പേജിലോട്ട് എത്തും. അത് കഴിഞ്ഞിട്ട് അതിൽ വ്യൂസ്, തൊട്ടപ്പുറത്ത് സബ്സ്ക്രൈബേഴ്സ് എന്നും കാണും. അതിൽ വരും ഈ പറഞ്ഞ 40 പേര് ചെയ്തെങ്കിൽ ഈ 40 പേരും 40 അതിൽ കാണും 40 സബ്സ്ക്രൈബേഴ്സ് എന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആണോ നിങ്ങളെ സപ്പോർട്ട് അങ്ങനെ കാണും. അതിന് പകരം നിങ്ങൾ ഒരു വീഡിയോയും കാണാതെ വെറുതെ നിങ്ങൾ പോയിട്ട് ഓക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അനലിറ്റിക്സ് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ നിങ്ങളുടെ നമ്മുടെ എടുക്കുമ്പോൾ ഉള്ള ആ ഒരു പേജിൽ നിങ്ങളുടെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് എന്നുണ്ടാവുമല്ലോ. ഏറ്റവും മുകളിൽ നിങ്ങളുടെ ആ ഒരു ഐക്കണ്ട അവിടെ, നിങ്ങളുടെ പേരുള്ള ഐക്കണ്ട അവിടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. അവിടെ മാത്രം നിങ്ങളുടെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് 50 ആയെങ്കിൽ 50 സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണിക്കുക. അല്ലാതെ അത് എവിടെ നിന്ന് വന്നു, ഏത് വീഡിയോയിൽ വന്നു എന്നൊന്നും കാണത്തില്ല. അപ്പോൾ നിങ്ങളുടെ വീഡിയോകൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു സബ്സ്ക്രൈബേഴ്സും കയറിയിട്ടുമില്ല, പക്ഷേ നിങ്ങൾക്ക് ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് 50 പേരും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ ഉള്ള മൊത്തം സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് തന്നെ കളയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അതിപ്പോൾ വീഡിയോ ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ പോയി സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചുമ്മാ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന്, ഇത് വലിയ വലിയ യൂട്യൂബേഴ്സിനുള്ള ഒരു വീഡിയോ ഒന്നും അല്ല. ഇത് ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരു കമൻറ്റ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോയി, വീണ്ടും വരുന്നു, വീണ്ടും പോയി, ഇങ്ങനെ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അല്ലാതെ ഇത് ഞങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ല. ഇതറിയാവുന്നവരും ഉണ്ട്, പക്ഷേങ്കിൽ ഇപ്പോഴും അറിയാത്തവർ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കമൻറ്റ് കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപയോഗപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് താഴെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യണം.